ചന്ദ്ര ജാനകിയോട് ചോദിക്കാം, ഇത് നിന്റെ അമ്മയും കുഞ്ഞും എങ്ങാനാണോ എനിക്ക് ഇത്ര സ്നേഹം തോന്നാന്നൊക്കെ ചോദിക്കും. രേവതി അറിയും, ഈ കുഞ്ഞാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്, അതിനുള്ള നന്ദി എനിക്ക് അവനോടും അവൻ്റെ അമ്മമ്മയോടും എന്നും ഉണ്ടാവും. ആ നന്ദി ഉണ്ടെങ്കിൽ ഇവരെ നിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ചന്ദ്ര പറയാണ്. ഇതൊക്കെ കേട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി. ശ്രുതി പറയും, ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവരിവിടെ താമസിച്ചോട്ടെ എന്ന് പറയും. ഒരുപാട് സ്നേഹമുള്ള ആൻറ്റിയാണ് അമ്മേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പല്ലേ ഇത് എന്നൊക്കെ ശ്രുതി പറയും. ശ്രീകാന്ത് വർഷയും ഈ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഇതൊക്കെ കേട്ടിട്ട് അമ്മ വയ്ക്കും, ഇവിടെ ഇനി കിടക്കാൻ സ്ഥലമുണ്ടോ, അവരെവിടെ കിടക്കും? ശ്രുതി പറയും, എൻ്റെ റൂമിൽ കിടന്നോട്ടെ എന്ന് പറയും. ഇത് കേട്ടിട്ട് അമ്മ വയ്ക്കും, നീ തന്നെയാണ് ഇത് പറയുന്നത്? ശ്രുതി പറഞ്ഞില്ലേ ശ്രുതിയെ കുറേ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണെന്ന്. അവരൊരു 2 ദിവസമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ, അവർ ഞങ്ങളെ റൂമിൽ കിടന്നോട്ടെ എന്ന് ശ്രുതി പറയും. അച്ഛൻ പറയും, സച്ചി നീ മോനെ മുകളിൽ കൊണ്ടുപോയി കിടത്തുമെന്ന് പറയും. സച്ചി മോനെ കൊണ്ടുപോയി റൂമിൽ കിടത്തും. ചന്ദ്ര ശ്രുതിയുടെ അമ്മേനെ തടഞ്ഞിട്ട് ചോദിക്കും, ഒന്ന് നിന്നേ, ഈ കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ? അവരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരവരുടെ പാട്ടിൽ നടക്കുകയാണോ? ഇതൊക്കെ കേട്ട് പിറകിൽ ശ്രുതി വല്ലാതായി നിൽക്കുകയാണ്. ചന്ദ്ര പറയും, ചില അച്ഛനമ്മമാരങ്ങനെ, അവർക്ക് മക്കളൊരു ബാധ്യതയെ. രേവതി തടയാൻ നോക്കുമ്പോൾ അമ്മ പറയാം, ഇത് എൻ്റെ വീടാ, എനിക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കുന്നു പറയും. രേവതി അവിടുന്ന് ശ്രുതിയുടെ അമ്മയും കൊണ്ട് പോവാണ്. ചന്ദ്ര തിരിയുമ്പോൾ ശ്രുതിയെ കാണും. ശ്രുതിയോട് ചോദിക്കും, ഇതെന്താ അനാഥാലയമാണോ? അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തവർക്ക് അഭയം കൊടുക്കാൻ, ചിലപ്പോൾ സിമ്പതി പിടിച്ചു പറ്റാൻ അച്ഛനും അമ്മയും മരിച്ചുപോയെന്ന് രേവതിയോട് കള്ളം പറഞ്ഞു കാണും. ചന്ദ്ര അവരെ പറ്റി കുറേ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയോട് ചന്ദ്ര പറയാണ്, നീ അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. ശ്രുതി ചോദിക്കും, അത് ഞാൻ തന്നെ വേണമെന്ന് ചോദിക്കും. ചന്ദ്ര പറയും, നിൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ഐഡിയ ഉണ്ടല്ലോ. ശ്രുതി അത് കഴിഞ്ഞ് മോനെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോവാണ്. മോനെ കണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്രുതി. ശ്രുതിയുടെ അമ്മയും മോനും രേവതിയാണ് അവിടെ കിടക്കുന്നത്. രാത്രി ഉറക്കത്തിൽ മോനെ എണീറ്റ് പോവാണ്. താഴെ എത്തിയിട്ട് ആൻറ്റി ആൻറ്റി എന്നിങ്ങനെ വിളിക്കും. ഇത് കേട്ട് ശ്രുതി ഉണരുകയാണ്. ശ്രുതി വേഗം എണീറ്റ് മോനെ ആദി എന്നൊക്കെ പറഞ്ഞിട്ട് ആദിയുടെ അടുത്തിരിക്കുകയാണ്. ആദി ചോദിക്കും, ആൻറ്റി എന്താ എന്നോടൊന്നും മിണ്ടാത്തത്, എന്നോട് പിണക്കാണോ എന്ന് ചോദിക്കും. ഉറക്കം ഉണരുന്ന ശ്രുതി കാണുന്നത് തന്നെ മോനെ തലോടുന്ന ശ്രുതിയാണ്. ശ്രുതി ചോദിക്കും, ഈ കുട്ടി എന്താ ഇപ്പോൾ ഇവിടെ? അത് നിന്നെ കാണാൻ. അപ്പോൾ ശ്രുതി ഒന്നും പറയാൻ കഴിയാതെ ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് മോനെ ആൻറ്റി ആൻറ്റി എന്നിങ്ങനെ വിളിക്കും. ശ്രുതി ചോദിക്കും, ഈ കുട്ടി നിൻ്റെ പറയൂ ശ്രുതി എന്ന് പറയും. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ശ്രുതി. ആ സ്വപ്നം വരെ ശ്രുതിയെ വല്ലാതെ വിഷമിക്കും. ഞാൻ അവനോടൊന്നും മിണ്ടിയില്ലല്ലോ എന്നൊക്കെ പറയും. ശ്രുതി മേലേക്ക് പോയിട്ട് മോനെ കാണാൻ വാതിൽ തുറക്കും. ആ സമയത്ത് രേവതി ഉണരുകയാണ്. എന്താ മോനെ സ്വപ്നം കണ്ടോയെന്ന് ചോദിക്കും. മോൻ പറയും, ആ കണ്ടു, എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു എന്ന് പറയും. രേവതി അവൻ്റെ നെറുകയിലൊരു ഉമ്മ കൊടുക്കും. ഇതൊക്കെ ശ്രുതി വാതിൽക്കൽ നിന്ന് ഇങ്ങനെ നോക്കി കാണുകയാണ്. ശ്രുതി ഉറക്കം നഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ ഒരു ഗ്ലാസ് പാലുമായിട്ട് ശ്രുതി അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മോന് രേവതി ഫുഡ് വാരി കൊടുക്കുകയാണ്. മോന് മതി ആൻറ്റി എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയും, ഇവരും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് രേവതി. ശ്രുതി ഉള്ളോട്ട് വരുമ്പോൾ രേവതി ചോദിക്കും, ഞങ്ങൾ ഇവിടുന്ന് മാറി തരണം വയ്ക്കും. ശ്രുതി പറയും, വേണ്ട, ഞാൻ രേവതി പൂ വിൽക്കാൻ പോയി എന്ന് കരുതിയിട്ടാണ് ഇവന് പാലും കൊണ്ട് വന്നതെന്ന് പറയും. രേവതി പറയും, ഞാനിന്ന് എങ്ങോട്ട് പോകണില്ല, ഇവനിവിടെ ആരും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടെന്ന് പറയും. പാലിങ്ങത്താ, ഞാൻ കൊടുത്തോളാം എന്ന് രേവതി പറയുമ്പോൾ അമ്മ പറയും, വേണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയും, മോള് രാവിലെ മുതൽ ഇങ്ങനെ കഷ്ടപ്പെടില്ലേ, പോയിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് പറയും. രേവതി ശ്രുതിയോട് ചോദിക്കും, ശ്രുതി ഇന്ന് പാർലറിൽ പോകണില്ലേ ചോദിക്കും. ശ്രുതി പറയും, ഞാൻ പോകുന്നുണ്ടെന്ന് പറയും. രേവതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രുതി അമ്മയോട് ചോദിക്കും, രേവതി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, അവൾക്ക് മോനോട് സ്നേഹം ഉണ്ടായതുകൊണ്ടെന്ന് പറയും. ശ്രുതി ചോദിക്കും, അപ്പോൾ എനിക്കില്ലേന്ന് ചോദിക്കും. അമ്മ പറയും, അത് നീ എന്നോടല്ല ചോദിക്കണ്ടേ, അത് നീ നിന്നോട് തന്നെ ചോദിക്കുക. മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി നീ മറച്ചു വെച്ച സ്നേഹം രേവതി വാരിക്കോരി കൊടുക്കുന്നുണ്ട്, അത് കണ്ട് നീ സന്തോഷിക്കുകയെന്ന് പറയും. ഇതൊക്കെ കേട്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി.